ഹലോ ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട് മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം പ്രൈസ് ചെയ്തിരിക്കുന്നത് ഒരു 1690 റേഞ്ചിലുള്ള കുറേ സ്യൂട്ട്സ് ആണ് കേട്ടോ. നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കണ്ടോളാം. ഫസ്റ്റ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മെറ്റീരിയൽ വന്നിട്ട് ഒരു സെമി റോ സിൽക്ക് ഒരു ഫിനിഷിലുള്ള മെറ്റീരിയലാണ്. ഇപ്പം നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ക്ലോസർ വ്യൂവിൽ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ യോക്ക് പോർഷനകത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. കട്ട് ബീഡ്സും പിന്നെ അതുപോലെ ത്രെഡും വെച്ചിട്ട് ത്രെഡ് തന്നെ നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും അത് ഇച്ചിരി ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ്. ഒരു പ്ലെയിൻ ത്രെഡ് അല്ല, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നോട്ട്സ് വെച്ചിട്ട് ഇത് വെച്ചേക്കുവാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. അതാണ് ആ നെക്ക് പോർഷനിൽ വന്നേക്കുന്നത്. ഇതിനെ പെയർ ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് സിൽക്കാണ്. സിൽക്കിനകത്ത് സെമി സിൽക്കിനകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. സെയിം ടോൺ ത്രെഡിൽ തന്നെയാണ് ആ വർക്ക് പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ ബോട്ടം എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ഈ പിങ്ക് കളറാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1690 ആണ്. കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ട് ഇതിൻ്റെ, നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഈ കളർ വന്നിട്ട് ഇത് വന്നിട്ടൊരു ക്രീം, ഒരു ബേജ് എന്നൊക്കെ പറയാം കേട്ടോ. അതിനകത്തൊരു ബ്രൗൺ ടിഞ്ചും കൂടി കയറി വരുന്നുണ്ട്. അതും അതിന് ഇവിടെ വർക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മെറൂണും ഒരു ഡാർക്ക് മെറൂണും ലൈറ്റ് മെറൂൺ ഷെയ്ഡിലാണ് കംപ്ലീറ്റ് യോക്കിൽ വർക്ക് വന്നേക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക്കാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വെച്ചേക്കുമ്പോൾ തന്നെ കാണാം, എനിക്ക് നല്ല താഴെ വരെ ഉണ്ട്. അപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക്കാണ്. ഇനി ദുപ്പട്ട എന്ന് പറഞ്ഞാൽ മെറൂൺ കളറിൽ കംപ്ലീറ്റ്ലി ആ മെഷീൻ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കും നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പം സുഖമായിട്ട് രണ്ട് സൈഡ് ഇടണം എന്നുള്ളവർക്ക് രണ്ട് സൈഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറയുന്നത് കോട്ടൺ സിൽക്കിനകത്ത് ഡാർക്ക് മെറൂൺ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ആ ഒരു കളർ ലുക്ക് വരുന്നത്. പ്രൈസ് വന്നിട്ട് 1690. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ ഷെയ്ഡ് വന്നിട്ട് പേർപ്പിൾ ആൻഡ് പീച്ച് ആണ്. പീച്ച് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഒരു പീച്ചാണ് ഇതിന് വരുന്നത്. ഇനി ആ യോക്ക് പോർഷനകത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ പീച്ചിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സിലാണ് കംപ്ലീറ്റ് വർക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ പീച്ചിനകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറിയും ബോട്ടം വന്നിരിക്കുന്നത് പീച്ചിനകത്ത് പീച്ച് കളറിൽ തന്നെ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ പീച്ച് കളറിലാണ്. പ്രൈസ് വന്നിട്ട് 1690 ആണ്. ഒരു പെർഫെക്റ്റ് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു പേസ്റ്റൽ ഒരു ഗ്രീൻ എന്ന് പറയാം. പേസ്റ്റൽ ഗ്രീനും പീച്ചുമാണ് ഈ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇതിനകത്ത് ആ പീച്ചിൻ്റെ വർക്കും കട്ട് ബീഡ്സുമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് സെയിം പീച്ചിനകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറിയും ബോട്ടം വരുന്നതും പീച്ചിനകത്ത് നേരത്തെ കണ്ടതിനേക്കാൾ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള പീച്ചാണ്. പീച്ചിനകത്ത് തന്നെ കോട്ടൺ സിൽക്കിനകത്താണ് ബോട്ടം വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിട്ട് 1690. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ ഒരു ടൈപ്പിലെ ലാസ്റ്റ് കളറാണ് ഇത് വന്നിട്ട് ഗ്രേ ആണ്. ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലൈലാക്കും കൂടെ ചേർന്ന് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്. അതിനകത്ത് റെഡാണ്, നമുക്ക് റെഡാണ് കൂടുതലായിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ് ഒരു പീച്ചും കൂടെ ഉണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് റെഡ് കളറിലാണ്. റെഡ് കളറിൽ കംപ്ലീറ്റ്ലി ആ ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്, സെയിം ടോൺ ത്രെഡിൽ തന്നെ. ഇനി ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് എന്നിട്ട് 1690 ആണ്. ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. നമുക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്, അത് നമുക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സെമി സിൽക്കിൽ തന്നെ വരുന്നൊരു ഐറ്റമാണ്. ഇത് വന്നിട്ട് ഒരു സെൽഫ് ടെക്സ്റ്റേർഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആ ക്ലോത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിനകത്ത് ചെറിയതായിട്ട് ചെക്സ് പോലെ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് യോക്കിൻ്റെ വർക്ക് പറയുവാണെങ്കിൽ കംപ്ലീറ്റ്ലി നോട്ട്സ് ആണ്. നോട്ട്സും പുള്ളി നോട്ട്സും കൊണ്ടുള്ള വർക്കാണ്. ഇതൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈറ്റ് അണിയൻ പിങ്കും മെറൂണും കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പം എനിക്കറിയില്ല എങ്ങനെ കളറൊക്കെ വരുന്നത് ക്യാമറയിൽ വരുന്നതെന്ന്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതിന് പെയർ ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് മെറൂൺ കളറിൽ സെമി സിൽക്കിനകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറി ചെയ്തതാണ്. ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് മെറൂൺ കളറിൽ തന്നെ കോട്ടൺ സിൽക്കിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1590 ആണ്. ഇതിൻ്റെ കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബേജാണ്, ഒരു ക്രീം ചേർന്ന ഒരു ബേജും റെഡാണ് ഇതിൻ്റെ ബോട്ടം ദുപ്പട്ടം വന്നിരിക്കുന്നത്. ഇതിനകത്ത് വർക്ക് പറയുവാണെങ്കിൽ ഈ എന്താണ് ബുള്ളി നോട്ട്സും കംപ്ലീറ്റ്ലി നോട്ട്സും ബുള്ളി നോട്ട്സും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അൺഫോൾഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇതൊരു വൺ സൈഡ് വർക്കാണ് വരുന്നത്. ബോത്ത് സൈഡ്സ് ഇല്ല, വൺ സൈഡ് വർക്ക് ഉള്ളൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും പാറ്റേണുമാണ്. ഇതിൻ്റെ ബോട്ടം എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ തന്നെ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ റെഡ് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ബോട്ടം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1590 ആണ്. നമുക്കിനി നെക്സ്റ്റ് ഒരു കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ മസ്റ്റേർഡ് ബ്രൗൺ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് വൺ സൈഡിൽ ആ സെയിം ടോണിൽ തന്നെ ത്രെഡ് വർക്കും മസ്റ്റേർഡ് ബ്രൗൺ ആണ് അല്ലാണ്ട് വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും
വൺ സൈഡ് ഇച്ചിരി വിടർന്നും അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴാണ് ആ ഒരു പേസ്ലി മോഡ് ഓഫ് സ്റ്റിച്ചിങ് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറയുന്നത് മസ്റ്റേർഡ് ബ്രൗണിൽ തന്നെ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. പ്രൈസ് വന്നിട്ട് 1590. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ. പേസ്റ്റൽ ഒരു ഗ്രീൻ, ചെറിയൊരു ടിഞ്ച് ഓഫ് ഗ്രീനും കൂടെ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതിൻ്റെ പിങ്കും കൂടെയാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് ആ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്തും സെയിം ആ ഒരു ഗ്രീനിഷ് ഗ്രീനിഷ് ബ്ലൂ ആ ഒരു കളറിൻ്റെ അകത്തെ ഇതാണ് പാറ്റേൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് പിങ്ക് കളറിലെ കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിട്ട് 1590. നമുക്ക് നെക്സ്റ്റ് ഒരു കളറോടുണ്ട് നോക്കാം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ആണ്. ഇത് വന്നിട്ട് ഒരു ഒലിവ് ഗ്രീൻ ആണ്, പക്ഷെ ഒരു ഗോൾഡൻ ടച്ചും കൂടി കയറി വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പീച്ചാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ബോട്ടം ദുപ്പട്ടയും വരുന്നത്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ സൈഡ് നല്ല പേസ്ലി കൈൻഡ് ഓഫ് വർക്കും അല്ലാതെ എംബ്രോയിഡറി ഉണ്ട്, മറ്റേ സൈഡ് ജസ്റ്റ് എംബ്രോയിഡറി മാത്രം. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പീച്ച് കളറിൽ തന്നെ. ഇത് വന്നിട്ടൊരു ക്യാരറ്റ് പീച്ചാണ്, ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഉള്ളൊരു പീച്ചാണ്. ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ബോട്ടം വന്നേക്കുന്നത്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. പ്രൈസ് വന്നിട്ട് 1590 ആണ്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്കും ഈ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്പർ സെർച്ച് ചെയ്ത് ചെയ്യേണ്ട, അവിടെ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് പോകും കേട്ടോ. താങ്ക്